സംസാരിക്കുമ്പോൾ വിക്ക്, മുഖം കോമാളിയുടേതുപോലെ, സൗന്ദര്യമില്ല. ഇത്തരം കാരണങ്ങൾ പറഞ്ഞ് ഒരു യുവാവിനെ എല്ലായിടത്തു നിന്നും തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ അവൻ ഒറ്റ കാര്യം വിട്ടുകൊടുത്തില്ല, അവന്റെ സ്വപ്നം. 1955 ജനുവരി 6 ഇംഗ്ലണ്ടിലെ ഒരു സമ്പന്ന കർഷക കുടുംബത്തിൽ 4ാമത്തെ മകനായി ജനിച്ചു റോവാൻ അറ്റ്കിൻസൺ. കുട്ടിക്കാലം മുതൽ തന്നെ സ്വന്തം മുഖത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം അവനെ അലട്ടിയിരുന്നു. അവൻ അന്തർമുഖനായിരുന്നു, പക്ഷേ പഠനത്തിൽ അത്യന്തം മിടുക്കനും. ഇംഗ്ലണ്ടിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. പുറത്ത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു സ്വപ്നം വളരുകയായിരുന്നു, അഭിനയം. പക്ഷേ നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് ഇത് സാധിക്കില്ല എന്നായിരുന്നു ലോകത്തിന്റെ മറുപടി. അവൻ അവസരങ്ങൾ തേടി ഷുനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് പോയി. പക്ഷേ എല്ലായിടത്തു നിന്നും പുറത്താക്കപ്പെട്ടു. എന്നാലും അവൻ നിർത്തിയില്ല. ഹാസ്യം തന്നെയാണ് തന്റെ ശക്തിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു കോമിക് ഗ്രൂപ്പിൽ ചേർന്നു. പക്ഷേ അവിടെയും വിക്ക് ഒരു തടസ്സമായി. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത്, വിജയിക്കണമെങ്കിൽ സ്വന്തം ലോകം തന്നെ സൃഷ്ടിക്കണം. അവൻ പരിചയപ്പെട്ടു റിച്ചാർഡ് എന്ന എഴുത്തുകാരനെ. ഇരുവരും ചേർന്ന് 1978 BBC-ക്കായി ദ അറ്റ്കിൻസൺ പീപ്പിൾ എന്ന പരിപാടി ചെയ്തു. 1989 നോർത്തേൺ നയൽ ഓ ക്ലോക്സ് ന്യൂസ് അവനെ ജനശ്രദ്ധയിലെത്തിച്ചു. 1990 തുല്യമായ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. വാക്കുകളില്ലാതെ മനുഷ്യരെ ചിരിപ്പിക്കാൻ പറ്റുമോ? വാക്കുകളില്ലാതെ മനുഷ്യനെ ചിരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം ജനിച്ചു. സംസാരിക്കാത്ത ഒരു കഥാപാത്രം, മുഖഭാവങ്ങളും ശരീരഭാഷയും മാത്രം, ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിലുള്ള ഒരു കുഞ്ഞ്. ആ കഥാപാത്രം പതിയെ ലോകം ഏറ്റെടുത്തു. 16 എപ്പിസോഡുകളുള്ള സീരീസ്, പിന്നീട് 2 ഫീച്ചർ സിനിമകൾ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ചിരിയിലൂടെ അവനെ സ്വീകരിച്ചു. ഒരക്ഷരം പോലും സംസാരിക്കാതെ സ്വന്തം ശരീരഭാഷ കൊണ്ട് മാത്രം ഒരു കഥാപാത്രത്തെ അനശ്വരമാക്കിയ റോവാൻ അറ്റ്കിൻസൺ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാൾ. ചാർലി ചാപ്ലിന് ശേഷം ഇത്ര ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ഹാസ്യതാരം അപൂർവം. ഒരു കാലത്ത് തന്റെ കുറവുകൾ കാരണം ലോകം തള്ളിയ ഒരു മനുഷ്യൻ ഇന്ന് അതേ കുറവുകൾ കൊണ്ടാണ് ലോകം അവനെ സ്നേഹിക്കുന്നത്. നിന്റെ ദൗർബല്യം നിന്റെ ശക്തിയാകാം, അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് എല്ലാം.